കൊച്ചിന്നൊരു ഫ്ലൈറ്റ് പൊങ്ങി കൊച്ചിന്നൊരു ഫ്ലൈറ്റ് പൊങ്ങി അത് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് അത് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിലുണ്ട് കപ്രിക്കുട്ടൻ ജാസുമോളെ കാണാനായി ജാസുമോളെ കാണാനായി പോയി വരുമ്പോൾ ചപ്രിക്കുട്ടനെ വെട്ട് കത്തിക്ക് വെട്ടുമോ വെട്ട് കത്തിക്ക് വെട്ടുമോ നമ്മുടെ സ്വന്തം ബ്ലോക്ക് ഡാഡി എനിക്കറിയില്ല നിങ്ങൾ അറിഞ്ഞാൽ കമന്റ് ബോക്സിൽ കുറിക്കുമോ കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുമോ എനിക്കറിയാൻ പാടില്ലടാ സത്യമായിട്ട് പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ചെറുക്കനെ പിടിച്ച് കീറുവെന്നാ തന്നപടി നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ അപ്പോ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം അറിയിക്കാം അങ്ങോട്ട് നമ്മുടെ ചപ്രക്കുട്ടൻ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് ജാസ്മോളെ കാണാനായിട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അറിയാലോ ബിഗ് ബോസ് എനിക്കറിയാൻ പാടില്ല കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ വിളിക്കുന്നോടാ പോടാ പിന്നെ നമുക്ക് സംസാരിക്കടാ ഞാൻ എന്റെ ജാസ് കൊച്ചിന്റെ കഥയൊന്ന് പറയട്ടെ ഇവിടെ അല്ലേ ജാസ് കൊച്ചിന്റെ കഥ പറയുമ്പോഴത്തേക്ക് ഓരോരുത്തന്മാര് വിളിച്ച് ശല്യം ചെയ്യുന്നത് പണ്ട് തൊട്ടേ ഇങ്ങനെയാ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് ജാസുവിന്റെ പേര് പറയും അപ്പൊ ഒരു കോള് വരും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഫോൺ കോളും ജാസുമായിട്ടുള്ള ഒരു കണക്ഷൻ അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്റെ ഫോൺ കോളിന്റെ അത് എന്തിനാ നിങ്ങളോട് വെറുതെ പറയുന്നത് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കാൻ ആവശ്യമില്ലാതെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം അപ്പൊ സംഗതി വേറൊന്നുമല്ല നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ചപ്രിക്കുട്ടൻ അങ്ങനെ ഇൻഡിഗോ ഫ്ലൈറ്റ് എടുത്ത് 6:45 പോയിട്ടുണ്ട് ചെന്നൈയിലേക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി എന്തൊക്കെ നാളെ തൊട്ട് നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും പോകുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ 1-2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചപ്രിക്കുട്ടൻ എന്തായാലും ഉത്തരം പറയാതെ ഓടിയില്ല ഉത്തരം പറഞ്ഞിട്ട് തന്നെ ഓടിയിട്ടുണ്ട് പക്ഷെ ഒന്നാം തരം ഉത്തരങ്ങളാണ് ആ ചോദ്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് ആ ഒരു ചോദ്യം ചോദിച്ചത് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് സംസാരിക്കാം എന്താണ് ബിഗ് ബോസിലേക്ക് തിരിച്ചു പോവാണ് എന്താണ് സന്തോഷം വളരെയധികം സന്തോഷം പോകാൻ പറ്റണമെങ്കിൽ അല്ല നമ്മള് ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെ കയറാൻ പോവാണ് അടുത്ത് എന്തൊക്കെയാണുള്ളത് അല്ല വീണ്ടും ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസരമല്ല അപ്പൊ അതില് സന്തോഷം എല്ലാരും ഒത്തുകൂടാൻ പോകുന്ന നീയാ എല്ലാരും ഒത്തുകൂടാനാ എന്റെ പോടാ നീ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും പറയരുത് കേട്ടാ നാട്ടുകാരെല്ലാം കാണുന്നത് നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം പിന്നെ നീ അത് കാണിക്കാതെ മാക്സിമം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇച്ചിരിയൊക്കെ മാറി മറിഞ്ഞു ഒക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കൊച്ചിനൊരു കല്യാണം നടക്കുമായിരിക്കും ഇല്ലെങ്കിൽ നീ തന്നെ കെട്ടേണ്ടി വരും കേട്ടാ പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാവേ നമ്മളിങ്ങനെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് പറയും പക്ഷെ എന്നാലും ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ലൈക്ക് അവര് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അവർ പറയുന്നുണ്ട് ഇപ്പം ചപ്രിക്കുട്ടനാണെങ്കിലും പറയുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ചപ്രിക്കുട്ടൻ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് പക്ഷെ ജാസ്മോക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട് കാരണം ഈ ദിവസങ്ങളിൽ അവൾ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു സാധനമാണെങ്കിൽ ഇപ്പം ലൈക്ക് ഇഫ് ഷീ ലവ്സ് ഹിം അങ്ങനെ ഒരു സാധനത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു അവൻ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ ലൈക്ക് അത് നല്ല രീതിയിൽ തന്നെ പോട്ടെ ഞാൻ അത്രേ പറയുള്ളൂ അവർക്ക് അങ്ങനെ ഇത്രയും ദിവസമായിട്ട് ജാസ്മിൻ നേരത്തെ ഒരാളുമായിട്ട് കണക്ട് ആയിരുന്നു നേരത്തെ ഒരാളുമായിട്ട് ഒരു അഫെയറിലായിരുന്നിട്ട് ഒരു എൻഗേജ്മെന്റ് എത്തി എന്നിട്ട് അതെല്ലാം മറന്ന് വേറൊരാളുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വേറെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ അത്രയ്ക്കും കംഫർട്ടാണ് അത്രയ്ക്കും ഭയങ്കരമായിട്ട് അവനുമായിട്ട് കണക്ട് ആയി അപ്പൊ അവനും അത് ഓക്കെയാണ് ലൈക്ക് നമുക്കിനി ഒരു ലവ് അല്ലെങ്കിൽ ഒരു മാരേജ് ആ ഒരു സാധനത്തിലേക്ക് പോകാമെന്ന് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാ അതിനകത്ത് വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല പോവാ നിനക്ക് നേരത്തെ ജാസ്മിന്റെ ഇപ്പം പല ആൾക്കാരും പലതും പറയും ജാസ്മിന് നേരത്തെ ഒരാൾ ഉണ്ടായിരുന്നു നേരത്തെ 1, 2, 3 പേരുടെയൊക്കെ കഥകൾ ഇവിടെ പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല വാട്ട് എവർ ലൈക്ക് ഞാൻ അതൊന്നും പറയുന്നില്ല പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഒരാളുടെ വീഡിയോ നമ്മൾ കണ്ടു ലാസ്റ്റ് ആയിട്ടുണ്ടായത് അപ്പൊ പുള്ളിയെക്കാട്ടിലും മച്ച് ബെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഇവനിൽ നിന്ന് കിട്ടി എന്നിട്ട് ഇവനിൽ തന്നെ ഞാൻ എന്നും ഇനി കല്യാണം കഴിച്ച് ഇവനുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇവൻ മതി അങ്ങനെ 100% ജാസ്മിൻ ഒരു ഉറപ്പ് വരികയാണെങ്കിൽ ജാസ്മിൻ ചപ്രിയായിട്ട് പോകുന്നതിനകത്ത് ആർക്കും തെറ്റ് പറയാനില്ല ഞാൻ എന്തായാലും പറയത്തില്ല മറ്റുള്ളവർ ഇനി എന്താണ് നിങ്ങളുടെ കണ്ണിലൂടെ കാണുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ ഒരിക്കലും പിന്നെ അതിനകത്ത് കുറ്റം പറയാൻ പോകത്തില്ല കാരണം അത് അവളുടെ അറ്റ് ലാസ്റ്റ് അവളുടെ ഇഷ്ടമാണ് നമ്മൾ ആദ്യമേ അത് മനസ്സിലാക്കണം നമ്മളെല്ലാവരും ആദ്യമേ മനസ്സിലാക്കണം അവളുടെ ഇഷ്ടമാണ് പക്ഷെ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും ചെയ്തത് തെറ്റാണ് കാരണം പുറത്തൊരുത്തനുണ്ടായിരുന്നു അവനെ മറന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു കാരണം രണ്ടായിരിക്കാം ചിലപ്പം ഒന്ന് അവളുടെ അഹങ്കാരം പിന്നൊന്ന് ചിലപ്പോൾ പുറത്തുണ്ടായിരുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടാത്ത ഒരു അടുപ്പവും ഒരു സ്നേഹവും ഒക്കെ ഇവന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു സാധനം ജാസ്മിൻ ഉണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ് അത്ര എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് അധികാരങ്ങളില്ല ഓക്കെ അതെല്ലാരും മനസ്സിലാക്കണം ബാക്കി ഈ ബിഗ് ബോസ് കഴിഞ്ഞ ജീവിതം എങ്ങനെയാണ്
ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്റെ പൊന്ന് കൂട്ടുകാരാ, നീ എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത്? അതും അവന്റെ അടുക്ക. അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് പറയുന്നറിയോ? അല്ല ഇരിപ്പുണ്ട് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ കൂടുതലൊക്കെ എന്ത് പറയാനാ പാവപ്പെട്ടവൻ? എനിക്കത് അറിയാം. വേറെ എന്താ അവൻ പറയുക? അവന്റെ അവസ്ഥ നമ്മൾ എല്ലാരും കാണുന്നതാണ്. പുറത്തിറങ്ങിയിട്ട് അവന് കിട്ടുന്ന സൈബർ ബുള്ളിങ് എന്താണ്? അതിന് വല്ല കയ്യും കണക്കും ഉണ്ടോ? കയ്യിരിപ്പിന്റെ തന്നെയാണ്, വേറെ ഒന്നും പറയാനൊന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പരിപാടികൾ പലതും കാണിച്ചത് അതിന്റെ അകത്ത് കാണിക്കണ്ടായിരുന്നു. ആ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ വന്നെങ്കിൽ അത് കീപ്പ് ചെയ്യുക, പുറത്ത് വരിക. ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, അത്രേ ഉള്ളൂ. പക്ഷെ നീ അതിനകത്ത് കാണിച്ചത് പലതും ചപ്രിക്കുട്ട പലർക്കും ദഹിച്ചില്ല, അത്രേ ഉള്ളൂ പ്രശ്നം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്ക്. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം. ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ അത്രയും പ്യുവറായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം. ഇപ്പം ജാസ്മിൻ്റെ ഈ ഒരു കാട്ടായൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പറയും അവർക്ക് മറ്റേ സാധനം പൂഴിപ്പിച്ചോ, ആ ഒരു സാധനമാണ്. പക്ഷെ അതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് മനുഷ്യനല്ലേ, അവർക്ക് ആ ഒരു സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നത്, അവർക്ക് ആ ഒരു സ്നേഹം പ്രോപ്പറായിട്ടുള്ള ഒരു സ്നേഹമാണെങ്കിൽ ഗോ ഫോർ ദാറ്റ്. ബാക്കി പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല രീതിയിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും. ആളുകൾ ഒരുപാട് പേര് ഇഷ്ടമുള്ളവർ വന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ക്രിറ്റിസിസങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൽ കൂടുതൽ നിനക്ക് നിന്റെ ലൈഫിൽ ഇനി ഒരു എക്സ്പീരിയൻസ് കിട്ടാവുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞത്, ആരാണ് നിന്റെ അടുക്ക് വന്നിട്ട് മര്യാദക്ക് നീ അടിപൊളിയായിരുന്നു ഗബ്രി, ബിഗ് ബോസ് ഹൗസിൽ നീ ആയിരുന്നു സൂപ്പർ എന്ന് പറഞ്ഞ ഒരാളെ ഗബ്രിക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഗബ്രിക്കുട്ട, വലിയ ഉപകാരമായിരിക്കും. കാരണം നമ്മുടെ അറിവിലൊന്നും ഇല്ല സത്യമായിട്ടും. ആരോട് നിന്നെ പറ്റി ചോദിച്ചാലും തെറിയല്ലാതെ വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പറയുന്ന വ്യക്തിയെ പേഴ്സണലി നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒറ്റ തവണ ഞാനൊരു ചോദ്യം ചോദിച്ചു ഈ ഒരു കുട്ടനോട്. ഈ കുട്ടനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പം ഈ കുട്ടൻ പറഞ്ഞില്ല, എന്റെ ഫ്രണ്ടിൽ നിന്ന് വിട്ട് കളഞ്ഞു, പറഞ്ഞില്ല. ചപ്രിക്കുട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കണ്ടത് ഹോളിഡേ ഇന്നിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു താങ്കളുടെ കൂടെ. ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പെങ്കൊച്ചൊന്നും അല്ല കേട്ടോ, ഇനി അതും പറഞ്ഞുകൊണ്ട് ഇനി ആരും വരണ്ട, അതൊന്നും അല്ല, പാവപ്പെട്ടവൻ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. പക്ഷെ വിട്ടുകളാ, പോട്ടെ. ബാക്കി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഭയങ്കര PR റേറ്റിംഗ് കൂടുതൽ ജാസ്മിൻ ഗബ്രി കോമ്പോ ഭയങ്കര രീതിയിലായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? അല്ല, അത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അകത്തായിരുന്നല്ലോ. പിന്നെ അത് ഓരോ സംഭവങ്ങൾ ഹിറ്റാവണത് അതിൻ്റെതായിട്ടുള്ള രീതി, നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. സായിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ സായൊക്കെ ബിഗ് ബോസ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞിരുന്നു. ഗബ്രിയുടെ ബിഗ് ബോസ് ഒരു പാഠം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പേഷ്യൻസ് ആയിരിക്കും, ക്ഷമയാ, പേഷ്യൻസാ നിനക്കാ? നിനക്ക് പേഷ്യൻസ്, നീ അവിടെ നിന്ന് ഇറങ്ങുന്നതിന്റെ അന്ന് പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ നിനക്കുള്ള പേഷ്യൻസ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ശരിയാ. ഒന്ന് പുറത്ത് ലാലേട്ടൻ ആക്കിയതിനു ശേഷം തിരിച്ചു വന്ന് കയറിയതിനു ശേഷം, പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് കയറിയതിനു ശേഷം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പേഷ്യൻസ് കാണിച്ചാണെന്ന് എനിക്ക് തോന്നി. എന്നാലും വലിയ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, അത്ര വലിയ പേഷ്യൻസ് ഒന്നും അവിടുന്ന് പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റവന്റെ പേര് ഇവിടെ കൊണ്ടുവരണ്ട കേട്ടോ, എനിക്കത് കേട്ടപ്പോൾ തന്നെ എന്തോ പോലെ. സായി പറഞ്ഞ കണക്ക്, സായി അങ്ങനെ പലതും പറയും, അതൊന്നും ഇവിടെ ദൈവത്തെ ഓർത്താരും വിശ്വസിക്കാൻ പോകണ്ട. അങ്ങനെ വിശ്വസിക്കാൻ പോയതിനാണ് ഇപ്പം പലരും ഇപ്പം എടുത്തിട്ട് അവനെ ഊക്കി അങ്ങ് വിടുന്നത്. അവൻ പറഞ്ഞത് പലതും വിശ്വസിച്ചുകൊണ്ട്, അപ്പൊ അത് വിടുക. പിന്നെ ചപ്രിക്കുട്ട മോനെ, നീ പോയിട്ട് വാ, ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, കാണാം. ശരി, ഞാൻ കേരള ഫ്ലൈറ്റ് 6 ഈ ജാസ്മിനെ കാണുമ്പോൾ ആദ്യം പറയാനുള്ളതായിരിക്കും ജാസ്മിനെ ഹായ് എന്നായിരിക്കും. ജാസ്മിനെ കാണുമ്പോ ജാസ്മിൻ ഹായ് എന്ന് നീ ആദ്യമേ പറയുമായിരിക്കും. ജാസ്മിൻ ആ ഒരു ഹായ് നിന്നെ കൊണ്ട് പറയിക്കാൻ ഗ്യാപ്പ് തന്നാൽ നിന്റെ ഭാഗ്യം. കടിച്ച് കീറായിരുന്നാ മതിയായിരുന്നു ചെറുക്കനെ കാണുമ്പോൾ. ഒരു ആക്രാന്തമായിരിക്കും, ജപ്രി മോനെ തീർക്കോടാ നിന്നെ. എനിക്കറിയാൻ പാടില്ല. ജാസ്മിനെ കാണാൻ ജാസ്മിൻ ഇന്നലെ കൂടി പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച ഒരാളായിരിക്കണേ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പറയാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടാണ് ജാസ്മിനെ കാണാൻ പറ്റുന്നത്. അല്ല, ഗബ്രി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജാസ്മിന് ഭയങ്കര ഹേറ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഭയങ്കര സപ്പോർട്ടേഴ്സ് കൂടുതലാണ് ജാസ്മിനെ സംബന്ധിച്ച്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ ഹാപ്പിനെസ്, അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ഓക്കെ, വളരെ സന്തോഷം. നിനക്ക് സന്തോഷിക്കാൻ മോനെ, സത്യമാ. നീ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവർക്ക് കുറച്ച് ഫാൻസിനെ കിട്ടി. നീ തിരിച്ചു കയറി ചെല്ലുന്നുണ്ടല്ലോ, ഉള്ളതും കൂടെ പോയി കിട്ടും. അത് നീ കറക്റ്റ് ആയിട്ടാ ചെല്ലുന്നത്. ലാസ്റ്റ് മറ്റേ ഫിനാലെ ഒക്കെ അടുക്കുന്ന ടൈമിൽ നീ കറക്റ്റ് ആയിട്ട് അവിടെ ചെല്ലണം. എന്നാലേ ജനങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് കൂടെ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കറക്റ്റ് ആയിട്ടാ നീ പ്രോപ്പർ ആയിട്ടാ കയറി ചെല്ലുന്നത്. അങ്ങനെ തന്നെ വേണം. പിന്നെ അവൻ പറഞ്ഞൊരു കാര്യം കേട്ടല്ലോ നിങ്ങളെല്ലാവരും, അവൻ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആയിട്ട്, അവൻ അത്രേ ഉള്ളൂ. അവൻ മറ്റേ മുടുക്കനാ. അവന്റെ അടുത്തൊരു പെൺകുട്ടി വന്ന് കൈയൊക്കെ നക്കി തുടച്ചാലും എന്തവനെ ചെയ്തെന്ന് പറഞ്ഞാലും അവന് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. നല്ല കാര്യം, അവൻ അങ്ങനത്തെ നല്ല ഫ്രണ്ട്സ് കാണുമായിരിക്കും. നല്ല നല്ല കാര്യമാണത്. പക്ഷെ ആ കൊച്ചിന്റെ മൂഡ് എന്താണെന്ന്
മോനെ നീ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിക്കണം, എന്നിട്ട് പറ്റുമെങ്കിൽ അവക്കൊരു താങ്ങ് കൊടുക്ക്. മിക്കവാറും അവൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നാട്ടുകാർ മൊത്തം അവളെ എടുത്തിട്ട് താങ്ങും. അപ്പൊ നീ അവക്ക് ഒരു താങ്ങായിട്ട് നിന്ന് കൊടുക്ക് കേട്ടോ. ഇല്ലെങ്കിൽ പാവത്തിന് വല്ല ഭ്രാന്തൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നീ ഇനി പോയിട്ട് വരുമ്പോ ഞാൻ മറ്റേ പറഞ്ഞ കണക്ക് ബ്ലോക്ക് ഡാഡി എന്ത് വെച്ചാണോ കീറാൻ പോരുന്നതെന്ന് നീ ഒന്ന് സൂക്ഷിച്ചോ. നീ ഒന്ന് എയർപോർട്ടിൽ നിന്ന് വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് പുറകിലോട്ടൊക്കെ നോക്കിക്കോണം കേട്ടോ. ചിലപ്പം എവിടെന്നാ നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് പുള്ളിക്കും ദൈവം തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. നിനക്കെന്തായാലും നല്ല ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. മനസ്സുകൊണ്ട് ഞാൻ പറയുകയാണ്, പണിയൊന്നും കിട്ടാതിരിക്കട്ടെ. പിന്നെ ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് കയറി ചെന്നിട്ട് ആക്രാന്തം ഒന്നും കാണിക്കരുത്. മാന്യമായിട്ട് സുലഭമായിട്ട് ജനങ്ങൾ, നീ കണ്ടല്ലോ കുറെ കാര്യങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയാ ഇവിടെ മൊത്തത്തില് പറയാം, ഇരുന്ന് പറയാം. ആളുകൾ പലതും പറയും, ഐ ഡോണ്ട് കെയർ പറയാം. പോയിട്ട് ഇനിയും പോയിട്ട് നീ തിരിച്ചു വരുമ്പം സെയിം ഒരു സാധനത്തിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ പറയത്തില്ല. എന്താ വീട്ടിൽ നിന്ന് നിന്റെ ഡാഡി കൂളൊക്കെ അടിച്ച് ഓടിക്കും നിന്നെ, ഇല്ലേ ഇല്ലാന്ന് നീ പറയരുത്. ഒന്ന് ആലോചിച്ചിട്ട് പറ കേട്ടാ. അത് നമ്മളോടൊന്നും നീ ഇറക്കരുത് ആ ഒരു സാധനം. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കൂട്ടുകാരെ, ചപ്രിക്കുട്ടന് വേണ്ടി. അവൻ ആ ഒരു ഒടലോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരട്ടെ. അയ്യോ എനിക്ക് ഓർക്കുമ്പോ തന്നെ ഒരു പേടി. ചപ്രിക്കുട്ടനെ കാണുമ്പോ ജാസ്മിൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഒരു പിടുത്തോ ഇല്ല. കണ്ടല്ലോ നിങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട്. ഹോ, അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിക്കണം കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഇനി ഞാൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ജാസ്മിന്റെ കേസ് ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്. പക്ഷെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കുറെ പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിടുക. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പരാതികൾ കാണും, ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കുക. കാരണം എൻ്റെ കയ്യിൽ മൈക്കും തേങ്ങ ഒന്നുമില്ല. ഞാൻ തേങ്ങ ഇപ്പൊ എപ്പോഴും ആ തേങ്ങ എന്ന് പറഞ്ഞാൽ അറിയാലോ എവിടുന്ന് വന്നതാണ്. അതിങ്ങനെ ടങ്ങാൻ അടിച്ചോണ്ടിരിക്കുക, ഞാൻ കളഞ്ഞോളാം അത്. അപ്പം ആ പരിപാടികളൊന്നും എൻ്റെ ഇല്ല, അധികം എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. ഒരു ഫോൺ മാത്രമേ ഉള്ളൂ, അതിനകത്താണ് ഈ റെക്കോർഡും ആവുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ.